അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയാഇ വൽ മുർസലീൻ റബ്ബി സിദ്നി അൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വഅസീല ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ ഇന്നല്ലാഹ യുഹിബ്ബുശ് ശാകിരീൻ. Assalamu alaikum warahmatullahi wabarakatuh, my beloved sisters. പരിശുദ്ധ റമളാനിനു വേണ്ടി അല്ലേ, ഓൾ ഓഫ് us വെയിറ്റിംഗ് ഫോർ ഹോളി റംസാൻ അല്ലെ, റമളാന് വേണ്ടി നമ്മളെല്ലാം വെയിറ്റ് ചെയ്യാണ്. ഇത് ഗ്രേറ്റ് പ്ലഷർ, ഭയങ്കര സന്തോഷത്തോടു കൂടി വരവേൽക്കുക അല്ലെ. റമളാനിന് എന്തിനാ ഇത്ര സന്തോഷം അല്ലെ? ആക്ച്വലി നമുക്ക് വിശപ്പും ദാഹവും ക്ഷീണവും കുഴക്കൊന്നും കളിക്കാണ്ട് പട്ടിണി കിടന്ന് നോമ്പടിച്ച്, ഇനിയിപ്പോ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവാണെങ്കിൽ പോലും പകല് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാണ്ടും അല്ലേ, നമ്മൾ വിരുന്ന് പോക്കില്ല, കല്യാണങ്ങളില്ല, സൽക്കാരങ്ങളില്ല, അങ്ങനൊക്കെ ആണെങ്കിലും നമുക്ക് പിന്നെ റമളാൻ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണല്ലേ. അതിന് ആദിത്യം മരളുവാൻ വേണ്ടി എല്ലാവരും തന്നെ ഒരു സന്തോഷത്തോട് കാത്തിരിക്കുന്ന മുഹൂർത്തമാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അതിങ്ങ് എത്തില്ലേ. നമുക്ക് നാളെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാ. അപ്പൊ അതില് ഞാനൊരു പ്രധാന വിഷയം അള്ളാഹുവിന്റെ ഇഷ്ടം അല്ലേ. നമ്മൾ കുറേ അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടോളണമെന്നില്ല അല്ലെ. നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതല്ല, അതായത് എന്താ പറയാ, അറപ്പിൽ കൊള്ള കിണപ്പിൽ കൊള്ള എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ അതിൻ്റെതായ ഒരു ഒരു ശരിക്കുള്ള ഒരു ഇതോടുകൂടി നമുക്ക് ഖുശൂവോട് കൂടിയും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഏത് ഫോർമാറ്റ് ആണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യാനും വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാ. ഇതൊരു കോഴ്സായി തന്നെ തുടങ്ങാൻ കാരണം അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ കുറെ എന്റെ മനസ്സിലുള്ള കുറെ കോഴ്സുകളൊക്കെ തുടങ്ങി അല്ലേ. പ്രസംഗ പരിശീലന കോഴ്സ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോഴ്സ് അല്ലെ. ഇംഗ്ലീഷ് എല്ലാവരും തന്നെ ആഗ്രഹം, നമുക്ക് നമ്മുടെ കുട്ടികളോട് തന്നെങ്കിൽ ഒന്നില്ലേ പുറത്തു പോയാൽ, അല്ലെങ്കിൽ എല്ലാ ഗതി ഉള്ളോലും ഇല്ലാത്തവരൊക്കെ ഉംറക്കോ ഹജ്ജിനും മക്കളുടെ അടുത്തൊക്കെ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോകുമ്പോ എമിഗ്രേഷനിലൊക്കെ വെച്ച് പോലെ അവര് പലരും ചോദിക്കൂലേ, ഒറ്റക്കായി പോയാൽ നമ്മൾ ആകെ കുടുങ്ങുന്ന, ഭയങ്കര പേടിക്കുന്ന സമയം. പേടിക്കൊന്നും വേണ്ട, നമുക്കറിയുന്ന ഭാഷയിൽ അങ്ങോട്ട് പറയാന്നല്ലാണ്ട് എന്തിനു പേടിക്കാനും. കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, അതെടുത്ത് കാട്ടി കൊടുക്കുക, വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അറിയാത്ത മാതിരി നിൽക്കുക, അങ്ങനെയൊക്കെ അങ്ങ് രക്ഷപ്പെടും. വെറുതെ പേടിക്കണ്ട. പക്ഷെ എന്നിരുന്നാലും ആൾക്ക് എനിക്ക് അറിയില്ലാലോ എന്നുള്ളൊരു പേടിയാ. അത് മാറ്റാൻ വേണ്ടി നമ്മളിപ്പോ പുതിയ ഇംഗ്ലീഷ് കോഴ്സൊക്കെ അതും ആരംഭിച്ചു. ഇനിയിപ്പോ ഒരു പുതിയ വേറൊരു കോഴ്സാണ് ഇപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ. ഒരാള് മ്യൂട്ടല്ല കേട്ടോ, ഒന്ന് മ്യൂട്ടാക്കണേ. അപ്പൊ അങ്ങനെ, അപ്പൊ നോമ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ അള്ളാഹുവിന്റെ ഹുബ്, മൊഹബത്ത്, ലവ്, എഫക്ഷൻ അല്ലെ, ഇതെല്ലാം എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു തറവാട്ടിലെ കുറെ മക്കളുണ്ട്, അവർക്കെല്ലാം ആൺകുട്ടികളാ. അങ്ങനെ ആൺകുട്ടികളായി കഴിഞ്ഞപ്പോ ഒരു മോന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. നോക്കുമ്പോ നല്ല സുന്ദരിയായ മോള്, ഉമ്മാമന്റെ അതേപോലെയുള്ള കുട്ടിയില്ലേ. അപ്പൊ എല്ലാവരും തന്നെ ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടായിരിക്കൂലേ. ആ തറവാട്ടിൽ ആദ്യമായിട്ട് ജനിച്ച കുട്ടിയായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കല്ലേ. പെരുന്നാളിനൊക്കെ എല്ലാ മൂത്താപ്പയും അളാപ്പയും ഡ്രസ്സ് എടുക്കും, കൂട്ടായ ആങ്ങളമാരൊക്കെ വാരി പുണരും അല്ലെ, അത്രക്ക് ഇഷ്ടമായിരിക്കില്ലേ. അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടം മുഴുവനും, അതുപോലെ ഒന്നല്ല അള്ളാഹിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതെവിടെയോ കിടക്കുന്നല്ലേ, മുഴുവനും ലഭിക്കുന്ന രീതിയിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കർമ്മം ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. എന്റെ പരിചയത്തിലൊരു സ്ത്രീ ഉണ്ട്, അവര് എല്ലാ വൃത്തിയാ, എല്ലാം ഭക്ഷണം ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റിയാ. ചായ വരെ അന്നൊക്കെ അക്കാലത്തൊക്കെ കുടിച്ചാല് ഫ്ലാറ്റായി പോകും. കുടുംബത്തിലുള്ളവരൊക്കെ പോകുന്ന വഴിക്കൊക്കെ കേറും, നല്ല ചായ ഇട്ടില്ല അവിടെ പോയാല്. അത്രക്ക് അന്ന് ഹോട്ടലിലൊന്നും അത്ര നല്ല ചായ ഇല്ലാത്ത കാലം. അങ്ങനെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ. അതുപോലെ തന്നെ വെള്ളം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചോനെ, ഒരു മഴക്കാലത്തൊക്കെ അവര് വെള്ളം വാഷ് ചെയ്യുമ്പോൾ ആദ്യം വാഷിംഗ് മെഷീനിൽ ഇടും. അന്ന് വാഷിംഗ് മെഷീൻ ഇറങ്ങിയ പാട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് വെളുത്തില്ലാന്ന് പറഞ്ഞ് കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പും. അത് കഴിഞ്ഞ് അയലമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടില്ല എന്നും പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മഴ മാറിയാൽ എല്ലാം എടുത്ത് പിന്നെ ഒലിമ്പിട്ട് രണ്ടാമത് സ്റ്റിപ്പൻ ഷൈൻ ഇല്ല, കഞ്ഞിവെള്ളോ അല്ല മൈദ കാച്ചി മുക്കി അങ്ങനെയൊക്കെ തിരുമ്പിച്ചിക്കും. പക്ഷെ അവരെ ഭർത്താവ് അവരോട് ഒരിക്കലും തന്നെ ഒരു നല്ല വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്തിനാ ഇങ്ങനൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹം പുറത്തു പോകുമ്പോ നല്ല ഭംഗിയുള്ള വസ്ത്രം ഇട്ടിട്ട് വേണം പോകാനുള്ള ഒരു വാശി.
പക്ഷെ ആ ചെയ്യുന്ന ഒന്നും തന്നെ ഈ മനുഷ്യൻ ഒരു നല്ലതായിട്ട് തോന്നിയിട്ടില്ല. മേ ബി അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ ആയിരിക്കാം ആ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ സെയിം തന്നെയാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ. നമ്മൾ ഒരുപാട് അമല് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അള്ളാഹു ഇതൊന്നും കണ്ടില്ല കേട്ടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അതൊന്നും അള്ളാഹു മൈൻഡ് ചെയ്തില്ല എന്ന് വരും. അതുകൊണ്ട് അങ്ങനെയല്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി മുതൽ അമല് ചെയ്യുന്നവരായി തീരാന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് കൂടി ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ച് പിടിക്കാം അല്ലെ. അതായത് ഇതുണ്ടല്ലോ, എന്താ പറയാ, ഒരു വടംവലി എന്നിട്ടൊരു സാധനം ഉണ്ടല്ലോ അല്ലെ. ഓണത്തിനൊക്കെ കളിക്കുന്ന ഒരു കൂട്ടർ അങ്ങോട്ടും പിടിക്കും, ഒരു കൂട്ടർ ഇങ്ങോട്ടും പിടിക്കും. അല്ല, ഏറ്റവും നല്ല സ്ട്രെങ്ത് ഉള്ള ആളുകൾ പിടിച്ച ഭാഗത്തേക്ക് കമ്പി വരും. അതുപോലെ നമ്മൾ ഊന്നി മെനക്കെട്ട് ആഞ്ഞു പിടിക്കാൻ പോവാണ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻഷാ അള്ളാഹ് അത് വാങ്ങി തന്നെ നമ്മൾ അടങ്ങൂന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തില് നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പം അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഒരു ട്രെയിനിങ് സെഷനിലാണ് നമ്മളുള്ളത് അല്ലെ. ട്രെയിനിങ് പീരീഡ് ആണ് അല്ലെ. ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം നോക്കാം അല്ലെ. ആർക്കറിയാം ഒരു 10 അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഒന്നിച്ച് പറയണ്ട എന്ന് മനസ്സപ്പ് ചെയ്യുന്ന ഇത് ഇട്ടാലും മതി കേട്ടോ. പറയരുത്, പറയണ്ട. ആർക്കെങ്കിലും അറിയാവോ ഒരു 10 അല്ലേ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഒന്നിച്ച് പറയാൻ? കാരണം അത് അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹുവിന്റെ ഇഷ്ടം എന്താന്ന് നമുക്ക് ആക്ച്വലി അറിയില്ലെന്ന് മാത്രം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് മനസ്സിലാകാത്തത്. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണേ മൈക്ക്. ഈ ഇതിൽ കയറിയ ആള് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അങ്ങനെ അപ്പം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറിച്ച് ലോട്ടറി പോലെയാണ് അല്ലെ. യൂട്യൂബിലൊക്കെ ഇഷ്ടമാതിരി കേൾക്കാം അല്ലെ. അള്ളാഹുവിന്റെ 10 ഇഷ്ടങ്ങൾ, ഇതനുസരിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടും. വേറെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാം അള്ളാഹുവിന്റെ 20 ഇഷ്ടങ്ങൾ, ഇങ്ങനെ അല്ലെ. അങ്ങനെ ഓരോരുത്തരും ഇഷ്ടങ്ങൾ ഇങ്ങനെ ഒരുപാട് പറയുന്നത് കേൾക്കാം. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലെ. അത്രക്ക് നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്തൊരു രീതിയിലാണ്. പക്ഷെ അതെല്ലാം നമുക്ക് ആ അമലുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കണം അല്ലെ. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അപ്പം ഖുർആൻ സൂക്ഷിക്കുന്ന ഹൃദയത്തിൽ മ്യൂസിക് നിൽക്കൂല. മ്യൂസിക് ചെവിയിൽ കുത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളെ ഹൃദയത്തിൽ എന്തു നിൽക്കൂല? ഖുർആാനും നിൽക്കൂല എന്ന് പറഞ്ഞു കേൾക്കാം അല്ലെ. ഇതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയാം. ഞാൻ പണ്ടൊരിക്കല് ഒരു ഡെയിലി ഖുർആൻ എന്നിട്ട് ഞാനൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്ക് ഇറക്കിയപ്പോ ഞാന് ആ ബുക്കിന്റെ അവതാരിക എഴുതാനും വേണ്ടിയിട്ട് ഒരു പണ്ഡിതന്റെ അടുത്ത് ഞാൻ ചെന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ചെന്നപ്പോ അദ്ദേഹം, ഒരു മിനിറ്റ്, എന്തോ പ്രസന്റേഷൻ മിസ്സിംഗ് ആണ്, ഞാൻ നോക്കട്ടെ. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോ ഞാനിങ്ങനെ ഓരോ വിഷയങ്ങൾ എഴുതി കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇതിങ്ങനെ വായിപ്പിക്കാണ്. അപ്പൊ ശരിയാണോ നോക്കാൻ പിന്നെ 3, 4, 5, 6 മാസാല പുറകെ നടന്നെങ്കിൽ ആ ബുക്ക് ഞാൻ തന്നെ ഫിനിഷ് ചെയ്തു. പക്ഷെ നെറ്റിലൊന്നും നോക്കിയിട്ട് ഹദീസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ ഒന്നും പരിചയമില്ലാത്തൊരു പ്രായമായ ഒരു പണ്ഡിതനാ. അപ്പൊ അതിൽ ഞാനൊരു വിഷയം എഴുതി, ഈ ഖുർആൻ പഠിക്കുന്നവരുടെ ഹൃദയത്തില് മ്യൂസിക് നിൽക്കൂല, മ്യൂസിക് പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ ഖുർആനും നിൽക്കൂല. അപ്പൊ അത് കേട്ട ഉടനെ അദ്ദേഹം തുടച്ച ആ വരി അങ്ങ് തഴഞ്ഞു. അപ്പൊ എനിക്ക് അന്നേരം അത് മനസ്സിലായില്ല. പിന്നീട് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, നീ കണ്ടോ അദ്ദേഹം ഒന്ന് സ്റ്റേജ് മേൽ ഉണ്ടല്ലേ മ്യൂസിക്കിന്റെ അവാർഡ് കൊടുക്കുന്നിടത്തൊക്കെ അദ്ദേഹം മ്യൂസിക് എഴുതുന്ന ആളാണല്ലോ. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത, ഇതുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ അന്ന് അങ്ങനെ ചെയ്തു. അള്ളാഹു അദ്ദേഹം അള്ളാഹുമായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മ്യൂസിക്കിന്റെ വിഷയത്തിൽ മ്യൂസിക് അള്ളാഹു ഹറാമാക്കിയതാണ് അല്ലെ. അതുകൊണ്ട് നമ്മളെ മ്യൂസിക് ഒക്കെ കൂടുതൽ കേട്ട് നടക്കുന്ന ആളുകൾ, പണ്ട് ഖുർആനൊന്നും പഠിക്കാത്തൊരു കാലഘട്ടത്തില്, അത്രക്കൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പാട്ട് കേട്ടവരാണ് അല്ലെ. ഇപ്പൊ നമുക്ക് അറിയാം അത് പാടില്ല, ഒരുപാട് മ്യൂസിക് ഹറാമാണ് എന്നുള്ള വസ്തുത നമുക്ക് നന്നായി അറിയാം. ആരായി റുക്കിയ റഹ്മാൻ? ഒന്ന് വോയിസ് മ്യൂട്ട് ആക്കണേ, ഇത് ആകുന്നില്ല എന്തോ. റുക്കിയ റഹ്മാൻ ഒന്ന് മ്യൂട്ട് ആക്കണേ കുട്ടികളുണ്ടെങ്കിൽ. ഓക്കെ,
ഇതിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യല്ലേ. പക്ഷെ ഇതൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റേ അവിടെയും ഇവിടെയൊക്കെ കേട്ടെങ്കിൽ പോലും ഇന്നല്ലാഹ സമീഉൻ ബസീറിലെ അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെന്താക്കും, നമ്മള് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അള്ളാഹുവിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ പിന്നെയും അറിയുന്ന കാര്യങ്ങൾ കേട്ടും പിന്നെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാതെയൊക്കെ ഇരിക്കൂലേ. അക്കൂട്ടൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമ്മിൽ കാറ്റിൽ പറത്തിയ ഒരു കാര്യങ്ങളും അറിയുന്നവൻ. അപ്പൊ ഹൗ ടു ഗെറ്റ് അള്ളാഹ്സ് ലവ്, എങ്ങനെ അള്ളാഹിന്റെ ഇഷ്ടങ്ങൾ കിട്ടാം അല്ലെ എന്ന വിഷയത്തെ കുറിച്ചാണ്. അൽഹംദുലില്ലാ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ റിസർച്ച് നടത്തി ഒരു പുസ്തകം എഴുതിയ ആൾ തന്നെയാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ എന്തെല്ലാണെന്ന് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഇത് അല്ലെ. 101 ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇപ്പൊ ഫുള്ളായിട്ടൊന്നും പഠിക്കാനുള്ള വകുപ്പില്ല, ബിക്കോസ് ഇത് വളരെ വൈഡ് ആയിട്ടുണ്ട് അല്ലെ. ഏതായാലും നമുക്ക് ചെയ്യുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ പറയും അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ റിളൻ കാമിലൻ പരിപൂർണമായ തൃപ്തി നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ റഹ്മത്തം മിന്ന വമതാൻ ഇലാഹീൻ, എല്ലാ റഹ്മത്തും അല്ലെ ഒരു നിശ്ചിത കാലം വരെ എന്നിൽ നിന്നല്ല, എല്ലായ്പ്പോഴും എന്നിൽ നിന്ന് തന്നെയാണ്, പക്ഷെ ഇലാഹീൻ ഒരു നിശ്ചിത കാലം വരെ എന്നിൽ നിന്നാണ് അല്ലെ. അപ്പൊ കൊല്ലും മത്താവും മിന്ന എല്ലാം എന്നിൽ നിന്നാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ വിഭവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയോടും പൊരുത്തത്തോടും കൂടി ലഭിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ ഒരുപാട് അമല സ്വാലിഹാത്തുകൾ ചെയ്ത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു അടിമയായി തീരുവാൻ വിധി കൂട്ടുമാറാകട്ടെ. അങ്ങനെ തന്നെ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ഒരുപാട് തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അത് തന്നിമിത്തം തന്നെ നമ്മളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നതിൽ നിന്ന് മോചനം ലഭിക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ. എല്ലാരും പെന്നും ബുക്കുണ്ടോ കയ്യില്? പഠിക്കാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ടോ? കാരണം വെച്ചാല് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളത് അത് പരിശോധിക്കാൻ വേണ്ടിയാണ്. പരിശോധിക്കാനല്ല, നമ്മളിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു കോഴ്സായിട്ട് തന്നെ ഇത് തുടങ്ങുന്നത് അല്ലെ. ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ഇഷ്ടം സ്നേഹം അല്ലെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് അള്ളാഹിന്റെ ഇഷ്ടം ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് കിട്ടും അല്ലെ. നമുക്ക് സ്വർഗത്തിലെ ഏറ്റവും ഉന്നത ദറജകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അല്ലെ പാറി പറന്ന് നടക്കാനും ഭയങ്കര സുഖമായിരിക്കും. എവിടെ പോയാലും നല്ല തണുത്ത കാറ്റും കുളിർമയും ഇഷ്ടം പോലെ ഡ്രസ്സുകളും ഇഷ്ടം പോലെ പൂക്കളും പഴങ്ങളും ഗാർഡനും വലിയ ഭയങ്കരം വലിയ വീടാണെങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടതില്ല, അടിക്കേണ്ടതില്ല, വാഴേണ്ടതില്ല, ഹസ്ബൻഡുമായിട്ട് ചെലവിന്റെ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല, ഉള്ളില്ല, തക്കാളി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പൊന്നില്ല, ഡയമണ്ട് നെക്ലേസ് ഇല്ല, ഒന്നും പറയണ്ട, എല്ലാം ലൈക്ക് എല്ലാം നല്ല നിങ്ങൾ ഇഷ്ടം പോലെ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്വർഗത്തിൽ തന്നെ ഉള്ള ആൾക്കാരെക്കാളും ഭയങ്കര ദർജ കൂടിയ സ്ഥലത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് അല്ലെ. ഇപ്പൊ ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാം. അതായത് ഒരു പിന്നെ ചീത്ത പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാവൂല അല്ലെ. നാം പിടിക്കുന്ന കൈയും നാം നടക്കുന്ന കാലുകളും നാം കാണുന്ന കണ്ണുകളും നാം കേൾക്കുന്ന ചെവികളും എല്ലാം അള്ളാഹുവിൻ്റെതാവും അല്ലെ. നമ്മളെ ഒരു പ്രവർത്തനവും അല്ലെ ഒരു തെറ്റായ രീതിയിലുള്ള ഒന്നും ചെയ്യാൻ അള്ളാഹു സമ്മതിക്കില്ല, നമ്മളെങ്ങോട്ടേക്ക് പോകാനും വിടൂല അല്ലെ. അപ്പൊ ഫുൾ കൺട്രോൾ, റിമോട്ട് കൺട്രോൾ അള്ളാഹിന്റെ കയ്യിൽ. എന്തില്ല എല്ലാം അള്ളാഹുവിൽ നിന്നായിരിക്കും. അപ്പൊ
നല്ല പരിശുദ്ധമാക്കപ്പെട്ട നഫ്സുൽ മുത്മയിന്ന ആവൂലേ, പരിശുദ്ധമാക്കപ്പെട്ട ആത്മാക്കളായിക്കൊണ്ട്. അപ്പൊ നമ്മളിൽ നിന്ന് ഇപ്പൊ നമ്മൾ വിചാരിക്കും അല്ലാ നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്താലല്ല അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ, ഒരു കുറ്റവും ചെയ്യുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നാലും കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ലക്ഷണത്തിൽ പെട്ടതാ അല്ലെ. ഇനി നമ്മളോട് ആരെങ്കിലും കസർക്കാൻ വന്ന്, സംസാരിക്കാൻ വന്ന്, ഒപ്പോസ് ചെയ്യാൻ വന്ന് എന്നാൽ പോലും നമ്മൾ ഒന്നും പറയില്ല അല്ലെ. വി കാനോട്ട് ഡു എനിത്തിങ് റോങ്, ഒരു തെറ്റും നമ്മളിൽ നിന്ന് സംഭവിക്കുകയില്ല അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ റിള, അതായത് തൃപ്തി കാമിലെ പൂർണ്ണമായി കിട്ടിക്കഴിഞ്ഞാല് നമുക്കത് അല്ലെ, അത് മതിയാവൂലേ, നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇനി നമ്മളെ ഉമ്മ നോക്കിയിട്ടില്ലെങ്കിലും ഉപ്പ നോക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ഭക്ഷണം ഒന്നും ആരും വാങ്ങി തന്നിട്ടില്ലെങ്കിലും വീട് തന്നിട്ടില്ലെങ്കിലും അള്ളാഹു നമ്മളെ ഉള്ളനടിയിൽ വെച്ച് പൊന്നുപോലെ നോക്കും അല്ലെ. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട ഒരടിമയെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അവനുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് അല്ലെ. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയുമായിട്ട് ആരും തന്നെ, ആരെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിന് അവനുമായിട്ട് തർക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് തീരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂല അല്ലെ. അപ്പൊ അങ്ങനെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ്, ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ റെഫർ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ അർഷിന്റെ തണൽ ലഭിക്കൂലേ നാളെ മഹ്ശറ മൈതാനിയിൽ നമ്മളിങ്ങനെ കൊടും ചൂടത്ത് വെയിലത്ത് നിൽക്കുമ്പോ നമ്മളെ ഉപ്പ വലിയ ആചാരാണെന്ന് പറഞ്ഞിട്ടോ ഉമ്മ ആചാര മോളായിട്ടോ 10 ഹജ്ജ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല അല്ലെ. നമ്മൾ ചെയ്ത അമലുകൾ മാത്രമേ നമുക്ക് വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറയറ വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറയറ. നമ്മൾ എന്തെങ്കിലും ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്താൽ അതും കാണും അല്ലെ, അധികം എന്തെങ്കിലും ചെയ്താൽ അതും കാണും അല്ലെ. ഇപ്പൊ നമ്മളെ സമയങ്ങളൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എത്ര ആളുകളാണ് ഇപ്പൊ ഈ റമദാൻ അടുപ്പിച്ച് ഒരുപാട് വയസ്സായ ആളുകൾ മരിച്ചു, ബെഡ് റിഡൻ പേഷ്യൻസിലെ. അതുപോലെ എത്ര യുവാക്കളും യുവതികളാണ് ഓരോ കാരണത്താൽ ആക്സിഡന്റ് ആയിട്ടും അതായിട്ടും. ഇപ്പൊ കണ്ടില്ലേ ജയലക്ഷ്മി തീ പിടിച്ച കേസ്, ഭയങ്കര പ്രശ്നം. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. അപ്പൊ നമുക്കൊന്നും അറിഞ്ഞൂടെ എപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ ഇനിയും ഒരു 10 കൊല്ലം നമ്മൾ ജീവിക്കുമെന്നും വിചാരിച്ചിട്ടൊന്നും നമ്മൾ അമല് ചെയ്യാതിരിക്കേണ്ട. നമ്മൾ നാളെ തന്നെ മരിച്ചു പോയെങ്കിലോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് ചെയ്യാം. പിന്നെ അള്ളാഹുമായുള്ള ബന്ധം ചേർക്കുക അല്ലെ, അത് ഏറ്റവും ബന്ധം. അള്ളാഹുവിനായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മോടൊപ്പം അള്ളാഹു കൂടെ നിൽക്കും അല്ലെ. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഒരു കണക്ഷൻ വേറെ. ഇപ്പൊ പിന്നെ നമ്മള് BJP ഗവൺമെന്റ് അല്ല ഭരിക്കുന്നത് അല്ലെ. അപ്പൊ നരേന്ദ്രമോദി ആയിട്ട് അനുബന്ധിച്ച് BJPക്കാർ എന്തെന്നെ തെറ്റ് ചെയ്താലും അത് ഹൈഡ് ചെയ്ത് നിൽക്കുക, അവരെ പിന്നെ പാർലമെന്റിൽ കയറ്റി അവർക്ക് കണ്ടമാന ശമ്പളം കൈക്കൂലി എല്ലാം അയാൾ കൊടുത്ത് എന്തേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചില്ലേ. അങ്ങനെ തന്നെ ആ ഒരു പണി അള്ളാഹുവും ചെയ്യുന്നുണ്ട്. നമ്മളതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റിപ്പോയാല് അള്ളാഹു ഹൈഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും അല്ലെ. അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടം ലവ് ഷുവേർലി ഡെഫിനറ്റ്ലി ഗെറ്റ് ലവ് അല്ലെ. നമുക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ലവ് കിട്ടുക തന്നെ ചെയ്യും അല്ലെ. പിന്നെ കബറിനെ കുറിച്ച് ഓർത്ത് കരയേണ്ടതില്ല, മഹ്ശറിലെ വെയിറ്റിങ്ങിനെ കുറിച്ച് ബേജാറാകേണ്ടതില്ല അല്ലെ. 15 ഇയേഴ്സിന് സമാനമായ ഒരു ദിവസം എന്ന മഹ്ശറ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ബേജാറാകണ്ട. സുറാത്ത് പാലത്തിൽ എങ്ങനെ കടക്കുമെന്ന്, സുറാത്ത് പാലം ചിലപ്പോൾ കുന്നോളം പ്രകാശത്തിൽ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അള്ളാഹു നമ്മെ കടത്തി തന്നേക്കാം അല്ലേ. മേ ബി നമുക്ക് അറിഞ്ഞൂടാ അല്ലെ, അള്ളാഹു ചിലപ്പോ അങ്ങനെ കടത്തി തന്നേക്കാം. ഇനി മലക്കുകളുടെ ചോദ്യം, ദണ്ട് കൊണ്ടുള്ള അടി, നരകത്തിന്റെ പിന്നെ ഭയാനകത, ഖിയാമത്ത് നാൾ വരെ അല്ലെ. നരകത്തെ തൊട്ടും ഭയപ്പെടേണ്ട. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഒരിക്കലും അള്ളാഹു നരകത്തിലാക്കൂല. വേറൊരു പണിയും കൂടെ ഉണ്ട് അല്ലെ. വിചാരണ സമയത്ത് അള്ളാഹു ഇവരങ്ങനെ വിചാരണക്ക് വിളിച്ചിട്ട് അവർക്ക് കാട്ടിക്കൊടുക്കും, ഇത് നോക്ക് നിന്റെ പിന്നെ എന്താണ് കിതാബാണ്, കിതാബൊക്കെ കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ, ഇത് നോക്കി, ഇതിന് കണ്ടാ മതി, ഇന്ന് തന്നെ മതി എനിക്ക് കണക്ക് നോക്കാനെന്നും പറഞ്ഞിട്ട് അള്ളാഹു നമ്മുടെ കണക്ക് രേഖാപുസ്തകം കാട്ടിത്തരും പോലെ അതിൽ കാട്ടിയിട്ട് പറയും, ഇതൊക്കെ നോക്കി ഈ ലെഫ്റ്റ് സൈഡ് എഴുതിയ 20 എത്രയോ പേജ് ഉണ്ട്, ഇതൊക്കെ നീ എഴുതിയതല്ല, നിന്റെ തെറ്റുകളാണ്, നോക്കുന്നറി നീ നോക്ക്. എന്തെങ്കിലും പ്രശ്നങ്ങളുടെ എല്ലാം നോക്കിയിട്ട് പറയില്ല യാ റബ്ബി ബലാ റബ്ബി ഇല്ല റബ്ബി ഒന്നുമില്ല, എല്ലാം ഞാൻ ചെയ്തത് തന്നെ, എന്നാ ഞാനില്ലേ ഇതങ്ങോട്ട് മായ്ച്ചാടാന്ന് പറഞ്ഞാൽ അത് കയ്യിനെ കൊണ്ട് ഒരു ഒഴിച്ചൽ അങ്ങോട്ട് ഒഴിഞ്ഞ പാട് ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകുമ്പോൾ എന്നിട്ട് കാട്ടിക്കൊടുക്കുമല്ലോ ആൾക്കാർക്ക്. ഇവളെ പിന്നെ ഇത് നോക്കിയാട്ടെ, വലത് കയ്യിൽ കിട്ടിയ ഗ്രന്ഥം നോക്കിയാട്ടെ, ഇതിലെത്ര നന്മകളാ,
അപ്പൊ അള്ളാഹു എന്താക്കി അയാൾ സത്യവിശ്വാസി ആയിക്കൊണ്ട് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട മനുഷ്യന്റെ കംപ്ലീറ്റ് തെറ്റുകൾ അങ്ങോട്ട് മായ്ച്ചിട്ട് ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നില്ലേ. അപ്പൊ അള്ളാഹു അങ്ങനെ ചെയ്യൂന്ന് അതേ ദുനിയാവ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ല്ലേ. അങ്ങനെ അവന്റെ നന്മകളെ അള്ളാഹൻ കസീറ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും ല്ലേ. ഈ അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരെ ചെറിയ എന്തെങ്കിലും അമല് ചെയ്താത്തപ്പോ നമുക്കറിയാം നോമ്പിന് തന്നെ സാധാരണ ഒരു പ്രവൃത്തി ചെയ്ത ഒരു ഹജ്ജ് ചെയ്ത 10 ഹജ്ജിന്റെ കൂലി, അതുപോലെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത അതിന് 10, അത് 70 മുതൽ 700 വരെ 70,000 അങ്ങനെ ഇരട്ടി ഇരട്ടി മൾട്ടിപ്പിൾ ആയിട്ട് പോവില്ല. അതുപോലെ അള്ളാഹു ഈ ഇവര് ചെയ്യുന്ന ചെറിയ പണിക്ക് പോലും അള്ളാഹു ഇഷ്ടപ്പെട്ടോലല്ല, അത് വേറെ തന്നെ കാറ്റഗറിയാണ്. പിന്നെ എല്ലാറ്റിനും ഒരു ശാന്തി, മനസ്സമാധാനം, ഒരു ബേജാർ. എപ്പോഴും ഇവിടുത്തെ ആളുകൾക്ക് ബേജാറ് ബേജാറ് ബേജാറ്. പലരും ഫോൺ ചെയ്താ ഇതാ പറയല്ലേ, വീടുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്ന് മാത്രല്ല, എന്താ മനസ്സമാധാനം ഇല്ല അല്ലെ. അപ്പൊ അത് നമുക്ക് അള്ളാഹു ഇവിടെ ധാരാളമായിട്ട് നൽകും. മാത്രമല്ല തിരുവായ്ക്ക് എതിർവായില്ല അല്ലെ. അള്ളാഹു എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാല് ല്ലേ, അത് പിന്നെ അതിനാരെങ്കിലും ഒപ്പോസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്? ആരുമില്ല. അപ്പൊ നമ്മളെ ഉപ്പന്റെ അടുത്ത് കുറച്ച് സ്വത്തുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഉപ്പ 100 ഏക്കർ അല്ല, സോറി, ഒരു 10 ഏക്കർ ഒരു മോക്ക് കൊടുത്തു, 1 ഏക്കർ മോനും കൊടുത്ത മോൻ ഉടനെ ചോദിക്കും, ഇല്ലെങ്കിൽ വക്കീലിനെ വിളിച്ചോണ്ടല്ലേ, പള്ളിയിലെ ഖത്തീബിനെ മഹൽ കമ്മിറ്റിനെ വിളിച്ചോണ്ടരും ല്ലേ. ഇതാ കണ്ടില്ലേ, ഇതുവന് ഇത്ര കൊടുത്തു. പക്ഷെ അന്ന് ഒരാൾക്ക് ഒരു കർമ്മം ചെയ്തിട്ട് അയാൾക്ക് 10 സദക്കന്റെ കൂലിയാ കിട്ടണമെങ്കിൽ അത് 10 കോടി സദക്ക എഴുതി കൊടുത്തെന്ന് വിചാരിച്ചോ. ആരെങ്കിലും ചോദിക്കാൻ ചെല്ലോ? പറ്റൂല അല്ലെ. തിരുവായ്ക്ക് എതിർവായില്ല. അള്ളാഹു കൊടുത്താ കൊടുക്കുക തന്നെ, കിട്ടിയാ കിട്ടുക തന്നെ, വാങ്ങിയാ വാങ്ങൽ തന്നെ. അങ്ങനെ തന്നെ നരകത്തിന്റെ അവസ്ഥ അല്ലെ. നരകത്തിൽ കിടക്കാനുള്ള നമ്മുടെ മോശമായ അമലുകളെ കാരണം ഏതെങ്കിലും VIP-ന്റെ കോടീശ്വരന്റെ മോനാണ്, ഇവന് നരകത്തിൽ ഇട്ടൂടാന്നൊന്നും ഒരാൾക്കും പോയിട്ട് അവിടെ പറയാൻ പാടില്ല അല്ലെ. അല്ല വിചാരിച്ചാലില്ലേ, വമാ അന്ത വക്കീല്, നീ ഒരു വക്കീലൊന്നല്ലാന്നറിയും അള്ളാഹുലേ. ഖുർആൻ തന്നെ അങ്ങനെ ഒരു പരാമർശം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെ കാര്യം നോക്കാൻ പോയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ നമ്മളെ കാര്യം നന്നാക്കി കൊണ്ടുവരാന്നല്ലേ. അപ്പൊ അതിൽ പറയുന്നുണ്ട് അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി തആല. അപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരാണ് അഥവാ മുഹാവ ഇൻകല്ല അല്ലെ. പരോലശം നേരത്തെ ചോദിച്ചു ല്ലെ, നമുക്ക് കൂടുതൽ അമലുകൾ ചെയ്താല് എങ്ങനെയാണ് ദിവസം ചെയ്യണോന്നുള്ളത് ല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പിന്നെ എന്താ പറയാ, ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിച്ച്, പിറ്റേ ദിവസം 3, പിറ്റേ ദിവസം 10, അതിന്റെ അല്ല സോറി 11, പിന്നെ തീരെ ഇല്ല. ആ ഒരു അവസ്ഥ പാടില്ല. എന്ത് അമലും, ഇനിയിപ്പോ ളുഹ നമസ്കാരം ആവട്ടെ, സക്കാത്താവട്ടെ, സക്കാത്തൊക്കെ പതിവായിട്ട് ഫർളുസ്കാരം പോലെ നിർബന്ധമാവുമല്ലോ, സ്വതക്കെ ആവട്ടെ. നമ്മളടുത്ത് ഒരുപാട് പൈസ ഉണ്ട്, ഈ മാസം ഞാൻ എല്ലാവർക്കും തോനെ കൊടുത്തു, അടുത്ത മാസം ഞാൻ 5 പൈസ ഞാൻ കൊടുക്കുന്നില്ല, ഫുള്ള് ഞാനൊരു ഡയമണ്ടിന്റെ നെക്ലേസ് വാങ്ങാൻ എടുത്തേക്കാൻ പോകണമെന്നും പറഞ്ഞ് എടുത്തേക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മള് സദക്കകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെ. അള്ളാഹു കസീർ, അള്ളാഹു ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചു തരും അല്ലെ. അങ്ങനെ അപ്പം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ അള്ളാഹുവിനെ എങ്ങനെ അമലുകൾ ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് അള്ളാഹു സ്വീകരിക്കാല് എന്നൊക്കെ ഇന്നല്ലാഹ ഷാക്കിറുൻ, അള്ളാഹു ഒരുപാട് നന്ദിയുള്ളവരാണ് അല്ലെ. നമ്മൾ ഓരോ ശ്വാസത്തിലും അൽഹംദുലില്ലാ 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 എന്ന് പറയുകയാണെങ്കിൽ ഒരു ശ്വാസം എടുത്ത് മേലോട്ടെടുത്ത് താഴോട്ട് വരാൻ നേരം ഉണ്ടാവില്ല, പിന്നെയും പറയണം. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് അല്ലെ. ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കൂടെ ഒന്ന് നമ്മൾ വെറുതെ പോയി നോക്കിയാൽ മതി, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ കയ്യും കാലൊക്കെ എത്ര പവർഫുൾ ആണ്, ഇതുണ്ടായിട്ടാണ് എല്ലാ കാര്യവും നടക്കുന്നതെന്ന് അല്ലെ. ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് വീണാലും മതിയില്ലേ. പിന്നെ നമ്മൾ ഒന്ന് ടോയ്ലറ്റ് പിന്നെ ബാത്റൂം പോയിട്ട് ഒന്ന് മൂത്രമൊഴിക്കാനോ കുളിക്കാനോ വേറെ ആരെങ്കിലും വരുന്നവരെ കാത്തിക്കണം അല്ലെ. അഥവാ എന്തെങ്കിലും ചൂടുവെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അല്ലെ. സാധാരണഗതിയിൽ കുളിക്കാന്ന് വിചാരിക്കുമ്പത്തിന് ഷെൽഫിന്ന് ഡ്രസ്സ് എടുത്ത് 1-2 അടി വെക്കുമ്പത്തിന് നമ്മളെ ബാത്റൂം വീട്ടു റൂമിൽ തന്നെ ആണല്ലോ അല്ലെ. പക്ഷെ റൂമിലുള്ള ബാത്റൂമിൽ പോലും നമ്മളൊന്ന് പോണെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കണം. അതുപോലെ കൈക്ക് പറ്റിക്കഴിഞ്ഞാലും അല്ലെ, നമ്മളെ മുടി നമ്മൾ എത്ര പ്രാവശ്യം കെട്ടുന്നില്ല, എത്ര വാരുന്നു, ചിലപ്പോ വാരാണ്ട് നിൽക്കും. പക്ഷെ നമ്മൾ കിടക്കുമ്പോ നമ്മൾ വിചാരിക്കോ ഒന്ന് ചീർപ്പെടുത്തൊന്ന് വാരി തന്നിരുന്നെങ്കിൽ, ഒന്ന് മുടിയിലൊന്ന് ലേശം എണ്ണിട്ടൊന്ന് കോതി തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇന്നല്ലാഹ ഷാക്കിർ യുഹിബ്ബു ഷാക്കിർ, അതായത് അള്ളാഹു ഭയങ്കര ശുക്കൂർ ചെയ്യുന്നവൻ. അള്ളാഹ്ക്ക് ഭയങ്കര നന്ദി ആരെന്ത് ചെയ്താലും. അപ്പൊ അതുപോലെ നമ്മൾ ആരെല്ലാണോ നന്ദി ചെയ്യുന്ന അവരെ അള്ളാഹു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു അല്ലെ. അപ്പൊ ഒരു വലിയ പിന്നെ ഞാൻ കണ്ട പോസ്റ്റാണ്,
ഒരു വലിയ പിന്നെ ഇതില് പിന്നെ ഷിപ്പില് വലിയ മറ്റേ എന്താ പറയാ ആഡംബര കപ്പലിലാണെന്ന് തോന്നുന്നു. കുറേ പിന്നെ നോൺ മുസ്ലിം ഗേൾസ് നാമമാത്രമായിട്ട് ഡ്രസ്സ് ധരിച്ച കുറേ പെണ്ണുങ്ങൾ, അവരൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഒരു നല്ല വെള്ള വസ്ത്രം ധരിച്ച് ഭയങ്കര അദബിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക. അതായത് ഷിപ്പിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാം, ഷിപ്പിന് വരാന്തകൾ ഉണ്ടാവും. ഭയങ്കര ബ്യൂട്ടിയാ ഷിപ്പ്. ഇങ്ങനെ കടലിൽ കൂടെ പോകുന്നതാണ് എന്ത് രസാണോ. കടല് ബീച്ചിലിരുന്ന് കാണാൻ രസാണെങ്കിൽ കടല് പിന്നെ ഷിപ്പില് ദ്വീപില് പോകുമ്പോ ഒക്കെ ഭയങ്കര സ്റ്റൈലാ കാണാൻ. കണ്ടാല് സുബ്ഹാനല്ലാഹ് പറഞ്ഞാ നിർത്താൻ തോന്നൂല. അത്രയും മീനിങ്ങനെ പൊന്തി വന്ന് ചൂണ്ടിട്ട് വളഞ്ഞ് താഴോട്ട് തന്നെ പോയി. എന്നിട്ട് പിന്നെയും പൊന്തി വന്ന് പല കാഴ്ചകളും കാണാനുണ്ടാവും കടലിൽ. കുറെ കപ്പലൊക്കെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട്. അപ്പൊ ഈ ഒരു കപ്പലില് ഇവലിങ്ങനെ കപ്പലിന്റെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പെൺകുട്ടികള്, ഈ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ ഒരു കഷ്ണം പിന്നെ ഷോർട്സ് ഒക്കെ ഇട്ടുള്ള പെൺകുട്ടികളെ, ഇവര് ഈ ഖുർആൻ ഓതുന്ന പെണ്ണിനോട് ഖുർആൻ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്തിട്ട് ചേറിട്ട് കൊടുത്തു കടലിലേക്ക്. അപ്പൊ ഓളൊന്നും പറഞ്ഞില്ല. ഓക്ക് പക്ഷെ അറിയാം ഇവരൊക്കെ അങ്ങനെ ചെയ്താലും ഖുർആൻ ഒന്നും സംഭവിക്കൂല. അങ്ങനെ ഇവളെ വലിച്ച് പിന്നെ കടലിലേക്ക് ഉന്തിട്ടച്ച്. ഇവര് 5-6 ആളുണ്ട്, ഈ കുട്ടി ഒറ്റക്കേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു മോള്. അങ്ങനെ ഉന്തിട്ട പാട് മാലാഖമാരറ്റം പോലെ അവളെ 4 ഭാഗത്തുനിന്നും കൊളുത്തിട്ട ക്രെയിനിൽ ഇങ്ങനെ അവള് കടലില് വീഴുന്നില്ല. മാത്രമല്ല പിശാചുകളൊക്കെ അവളെ ഇങ്ങനെ കൊത്തി കീറാൻ വേണ്ടി വന്നിട്ട് അതിനൊന്നും ഇവളെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം ഖുർആൻ ഓതിയത് കൊണ്ടാണ്. അതാണ് ഇവള് ചെയ്ത തെറ്റ്. ഭയങ്കര കുറ്റാണല്ലോ അങ്ങനെ. അപ്പൊ അങ്ങനെ പിന്നെ അവരിങ്ങനെ നഖങ്ങൾ കൂർത്തുമൂർത്ത നഖങ്ങളായിട്ട് വന്നിട്ട് ഈ കുട്ടീനെ ഒന്നും ചെയ്യാൻ സംഭവിക്കുന്നില്ല. അങ്ങനെ അപ്പം തന്നെ ഭയങ്കര ഒരു കടൽക്കാറ്റ് വന്ന് അങ്ങനെ അടിമേലെ മറിഞ്ഞ് ഈ ബോട്ട് അല്ല സോറി ഈ കപ്പല് പിന്നെ വെള്ളത്തില് കൊടുങ്കാറ്റിൽ ആട്ടി തിമരുമ്പോ ഈ കുട്ടീനെ ഒരു പലകമ കിടത്തിയ പോലെ പെൺകുട്ടി, നല്ല ബ്യൂട്ടിയായ കുട്ടിയാണ്. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വെളുത്തിട്ടുള്ള ഒരു മോള്. അപ്പൊ ആ കുട്ടീനെ ഇങ്ങനെ പലകമ കെടുത്തിയോണം അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോവുക. അതിന് ക്രിയേഷൻ ആണോന്ന് അറിയില്ല, ഒറിജിനൽ ആണോന്നും അറിയില്ല, അള്ളാഹു ആലം. അപ്പൊ അതാണ് നമ്മുടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അത് ഭയങ്കരമായിട്ട് ലവ് ചെയ്യുക. അള്ളാഹു ലവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നിന്റെ ആവശ്യമില്ലല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ ഉപ്പ് ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തണേ എന്ന് ഈ റമളാനിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം അല്ലെ. ഒരുപാട് ആളുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ല അല്ലെ, എല്ലാം തിരക്കിലാണെന്നാൽ അതിന്റെ ഇടയിൽ കൂടെ ക്ലാസ് കേൾക്കാനായിട്ട് ഇന്ന് ഇവിടെ സന്നിധരായിരുന്ന എല്ലാ സഹോദരിമാർക്കും അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിപ്പെടാൻ സന്മാർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പണ്ട് ഹജ്ജിന് ഉംറക്കൊക്കെ പോയ കാലത്ത് അന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊന്നും പെണ്ണുങ്ങൾ കേൾക്കെ കരയൂലാലോ അല്ലെ. അങ്ങനത്തത് അവിടുന്ന് പിന്നെ ഈ മാമകൾ നമസ്കരിക്കുമ്പോൾ ഓരോ ആയത്തെത്തും ഭയങ്കര കരച്ചിലാണ്. മക്കത്ത് പോൽക്കെല്ലാം അറിയാം അല്ലെ. ഭയങ്കര കരച്ചില. കരഞ്ഞിട്ട് അവർക്ക് ആയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇങ്ങനെ കരച്ചിൽ വരും. പക്ഷെ കരയുന്ന കേട്ടിട്ട് ബാക്കിയുള്ളവരും കരയും. അതുപോലെ തന്നെ പിന്നെ വിടവാങ്ങൽ തവാഫ് ഉണ്ടല്ലോ അല്ലെ. വിടവാങ്ങൽ തവാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി അത് ചെയ്യണം. അപ്പൊ അവസാനമായിട്ട് എല്ലാ പണി കഴിഞ്ഞ് പെട്ടിയിലൊക്കെ കെട്ടിവെച്ച് പിന്നെ നമ്മളെ ഗ്രൂപ്പിന്റെ അമീർ പറയും നിങ്ങള് വേഗം പോയിട്ട് വരണം എന്നറിയും. പക്ഷെ ഈ കയപ കണ്ട് തിരിച്ചു വരുമ്പോ എന്തൊരു സങ്കടാണോ. കരഞ്ഞാലും മതിയാവില്ല. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്കും അത്രേ വരുന്നുള്ളൂ കരച്ചില്. അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ കൂടെ ഇരിക്കുന്ന ആണുങ്ങൾ ആ വിടവാങ്ങൽ തവാഫിന് കരയുന്നറിയോ. കയപ കണ്ട് തിരിച്ചു പോരുമ്പോ ഫസ്റ്റ് നമ്മള് മനസ്സിലാക്കേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ നമ്മള് ലോകത്തില് പല സ്ഥലങ്ങളും കാണാൻ പോകില്ലേ. എത്ര ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഒരു പ്ലേസിൽ പോയി കഴിഞ്ഞാൽ എത്ര ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. ഇനി അത് അവിടെ പോകണ്ട, സ്വിറ്റ്സർലാൻഡ് അവിടെ പോയത്, ഇനിയിപ്പോ നമുക്ക് അവിടെ മലേഷ്യയിൽ പോവാം അങ്ങനെ പറയും അല്ലെ. ആരും തന്നെ പോയ സ്ഥലത്തേക്ക് വീണ്ടും 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 പോകണമെന്ന് ആർക്കും തോന്നാറില്ല. പക്ഷെ അത് തോന്നുന്ന ഒരു സ്ഥലമാണ് ഏത്, മക്ക അല്ലെ. മക്കയും മദീനയൊക്കെ അല്ലെ. റൗള ശരീഫ് കണ്ടു മടങ്ങി വരുമ്പോഴൊക്കെ ഭയങ്കര വിഷമായിരിക്കും. എന്താണെന്നറിയില്ല, സത്യവിശ്വാസികളുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന ഒരു മഹബത്ത്, സ്നേഹം അല്ലെ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അല്ലെ ഇഷ്ടം, സ്നേഹം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ
അള്ളാന്റെ റിള കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളുടെ റിളയുടെ ആവശ്യമില്ല എന്നാ പറയുന്നത് അല്ലേ. അള്ളാന്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം മതി. പിന്നെ നമ്മളെ നാട്ടിൽ ആര് വെറുത്താലും നാട്ടിൽ ആര് ബുദ്ധിമുട്ടിച്ചാലും ഒന്നും തന്നെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലെ. നമുക്ക് അള്ളാന്റെ തൃപ്തി കിട്ടുകയാണെങ്കിൽ അത് മതിന്നാണ്. അപ്പം അള്ളാഹു എന്ന് പറയുന്നത് ഇന്നല്ലാഹു ഷാക്കിറുൻ, അള്ളാഹു ഭയങ്കര നന്ദി. ആർക്കെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും അടുത്ത വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്തു വിചാരിച്ചോളി, അപ്പൊ നമുക്ക് അതേ ഒരു പ്രയാസം വിഷമം വന്ന പോലെ ആരും വന്നൂല്ല ചെയ്തൂല്ല എന്ന് വിചാരിച്ചോളി. പക്ഷെ നമ്മളെ മനസ്സിലുണ്ടാകാം കണ്ടില്ല ഒരു വന്നില്ല, പക്ഷെ അത് പറയാൻ പാടില്ലാലോ അല്ലെ, ചെയ്തതിന് പകരം. പക്ഷെ അള്ളാഹു അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എവിടുന്ന ആള് വന്ന് നമുക്കറിയില്ല, എങ്ങനെ സഹായം കിട്ടിയെന്ന് നമുക്കറിയില്ല അല്ലെ. അത് അവൻ അറിയാത്ത മാർഗത്തിൽ കൂടി അള്ളാഹു മറ്റവന്റെ ഈ ഉപകാരം ചെയ്തവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് അള്ളാഹുലെ തബാറക്കല്ലാഹു ബി അഹ്സനിൽ ഖാലിഖീൻ. അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും ഉത്തമമായ രീതിയിലാണ് അല്ലെ. നമ്മളെ കയ്യാവട്ടെ, കണ്ണാവട്ടെ, മൂക്കാവട്ടെ, എന്തെങ്കിലും ഒന്ന് ഒരു സ്യൂട്ടബിൾ അല്ലാത്ത ഒരു സ്ഥാനത്ത്, ഒരു അസ്ഥാനത്തുണ്ടോ? ഇല്ല അല്ലെ. എല്ലാതും നമുക്ക് അത്യാവശ്യം. ഒന്ന് സങ്കല്പിച്ചോക്കി, ഒന്ന് സപ്പോസ് ചെയ്ത് നോക്കി, നമ്മളെ മൂക്ക് ആ സ്ഥാനത്തില്ലെങ്കിൽ മുഖത്തിന് എന്ത് വൃത്തികേടായിരിക്കും അല്ലേ. മൂക്ക് അവിടെ ഉണ്ടായിട്ടല്ലേ. കണ്ണില്ല, കണ്ണിന് പകരം വെറും ഒരു കുഴി. നമുക്ക് പല ബ്ലൈൻഡ്സിന് നമ്മള് പിന്നെ വികലാംഗരെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലെ, കണ്ണിന്റെ സ്ഥാനത്ത് കുഴി മാത്രം. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം നോക്കി രണ്ടാമത് നോക്കാൻ തോന്നൂല അല്ലെ. അപ്പൊ നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അല്ലെ, ഏറ്റവും ഉത്തമമായ രീതിയിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പൊ ഇല്ലേ, ഞാൻ ഈ പറഞ്ഞു നിർത്തിയ കഥയില് ഈ പെൺകുട്ടി ഇങ്ങനെ ഇതില് വീണപ്പോ കടലിലേക്ക് തള്ളിയിടുമ്പോഴും ഈ കുട്ടി പറയുന്ന ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നാ പറയുന്നത്. ഒന്നും പേടിക്കേ കരയേ അവരെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലെ. ആ കുട്ടി ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അത്രയ്ക്ക് തവക്കലും ഉണ്ടായിരിക്കണം അല്ലെ. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാലും നീലത്തിമിംഗലമോ വലിയ മത്സ്യങ്ങളോ കടലാനെ ഒന്നും എന്നെ വിഴുങ്ങില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാക്കണം, ഒരു ഒരു മനസ്സിന്റെ ഒരു ധൈര്യം വേണം അല്ലെ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ഒരു തവക്കുൽ. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഏതോ ഒരു ഗ്രേഡിലേക്ക് നമ്മളുടെ ഈമാനും അറിവും ഒക്കെ എത്തണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് ലഭിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പിന്നെ നമ്മള് ഈ അള്ളാഹ്ക്ക് ഇഷ്ടക്കാരെന്ന് പറയുന്ന കുറെ ഉണ്ട് അല്ലെ. അതാരാന്നറിയോ? അതായത് 5 വിഭാഗം ആളുകളെയാണ് അള്ളാഹു ഇഷ്ടക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ. വജബത്ത് മുഹബ്ബത്തി ലിൽ മുതസാബിരീന ഹയ്യ അല്ലെ. അതായത് എന്നോട് ഏറ്റവും അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പായി ലഭിക്കുന്ന കുറെ ടൈപ്സ് ഓഫ് ആളുകളുണ്ട് അല്ലെ. അതാരാണെന്ന് നമുക്ക് നോക്കാം. ഒരു 5 ടൈപ്പ് ആളുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. യഖൂലുല്ലാഹു അസ്സ വജല്ല വജബത്ത് മുഹബ്ബത്തി ലിൽ മുതസാബിരീന ഫിയ ഫിയ അല്ലെ. എന്റെ ഇഷ്ടം ഉറപ്പായി ലഭിക്കുക തന്നെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. അതായത് ആരാണ് ഇവർ? പരസ്പരം ഇഷ്ടം ഉറപ്പായി ലഭിക്കുക തന്നെ ചെയ്യും. സ്വഹീഹു തർക്കീബിലാണ് പറയുന്നത്. അതായത് രോഗിയെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സഹോദരനെയോ സന്ദർശിച്ചാൽ ഒരു മലക്ക് വിളിച്ചു പറയും അത്രേ. ഒരു രോഗിനെ സന്ദർശിക്കാൻ പോയാല്, അല്ലെങ്കിൽ നമ്മളിപ്പം ഖുർആൻ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ രോഗമായിട്ട് കിടക്കുക, ഒന്ന് അവിടെ പോയി അല്ലെ. അപ്പോൾ ആ മലക്ക് ചോദിക്കും പോലെ ഈ മനുഷ്യൻ, ഈ ഫാത്തിമ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ മലക്കുകൾ പറയുമല്ലോ, അവളിങ്ങനെ പിന്നെ എന്തിനു വന്നാച്ചാൽ അവള് തന്നെ അള്ളാന്റെ തൃപ്തിക്കും വേണ്ടിയിട്ട് ഈ പിന്നെ സുഹൃത്തിനെ, ഒരു ഫ്രണ്ടിനെ കാണാൻ വന്ന ആൾ ഖുർആൻ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്നതാണ്. അപ്പം ചോദിക്കല്ലേ, ഇവൾക്ക് ഇവിടെ വന്നിട്ട്, ഈ കാണാൻ വന്ന രോഗിനെ വന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ? എന്തെങ്കിലും കാര്യം നേടാനോ, അല്ലെങ്കിൽ ഓന്റെ മോള് അവളെ മോന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ റമദാന് കിറ്റ് കിട്ടും, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചാണോ വന്നത്? അല്ല, അവൻ അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെ ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുമല്ലേ. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു
വ്യക്തിയാണ്. അതായത് അനസ് റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ഉമ്മു ഐമന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരെ സന്ദർശിച്ചിരുന്ന പോലെ നമുക്ക് അവരെ ഒന്ന് സന്ദർശിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്ത് ഉമ്മു ഐമൻ എന്ന സ്ത്രീയെ ഇടക്കിടക്ക് പോയി കാണാറുണ്ടായിരുന്നു. അതുപോലെ നമുക്കും പോയി സന്ദർശിക്കാം. ബിക്കോസ് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർക്കിടയിലുള്ള ബന്ധം സുദൃഢമാക്കാൻ പരസ്പരം സന്ദർശനം നടത്തൽ വിശ്വാസികളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അല്ലെ. അത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ്. ഒരുങ്ങാം നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലെ. അതായത് ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അത് മുത്തസാവിരീൻ, അതായത് പരസ്പരം സന്ദർശിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം അർഷിന്റെ തണൽ ലഭിക്കുന്നവരാണ് അല്ലെ. രണ്ടാമത്തെ വിഭാഗത്തിന് അർഷിന്റെ തണലുണ്ട്. അവരുടെ ക്വാളിറ്റി എന്താ വെച്ചാല് മുത്തഹാബീനാണ് അല്ലെ. അവർ പരസ്പരം അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉറപ്പായും ഇഷ്ടം സ്നേഹിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ വിഷയത്തിന് മുത്തഹാബീനാണ്. അവർക്ക് ഭയങ്കര കൂറാണ്, ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവര് അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പായി ലഭിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അതായത് മുത്തജാലിസീൻ, അവർ പരസ്പരം കൂടിയിരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ. അവരിങ്ങനെ കൂടിയിരുന്ന് തമാശകളും പറയും, അതിൻ്റെ അടുക്ക് അള്ളാഹുവിന്റെ വിഷയങ്ങളും ചർച്ച ചെയ്യും. അങ്ങനത്തെ വിഭാഗം അല്ലെ. നാലാമത്തത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ചെലവഴിക്കുന്നവര്. യഖൂലുല്ലാഹു അസ്സ വജല്ല വജബത്ത് മഹബ്ബത്തി ലിൽ മുബാദല്ലീൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ചെലവഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഇത്തരക്കാർക്കും അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടാകും. അഞ്ചാമത്തതായിട്ട് അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം ബന്ധം പുലർത്തുന്നത്. അതായത് യഖൂലുല്ലാഹു അസ്സ വജല്ല വഹഖത്ത് മുഹബ്ബത്തി ലിൽ മുതവാസിലീൻ, അതായത് അള്ളാഹുവിന്റെ പേരിൽ ബന്ധം പുലർത്തുക എന്ന ഉദ്ദേശം ദീനീപരമായ ബന്ധങ്ങളായിരിക്കും. മറ്റുള്ള ബന്ധം പുലർത്തൽ, എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലെ. അയൽപ്പക്ക ബന്ധം, സുഹൃത്ത് ബന്ധം, രക്തബന്ധം, വൈവാഹിക ബന്ധം, ഈ ബന്ധങ്ങളൊക്കെയും ബന്ധങ്ങളാണ്. എന്നാൽ അതിലെല്ലാം ഉപരി അതൊന്നും പുലർത്തരുത് എന്നല്ല, അതെന്തായാലും പാലിക്കുക തന്നെ വേണം. പക്ഷെ അതിൻ്റെ കൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒരു ബന്ധവും കൂട്ടുകെട്ടും കളിയും ഒക്കെ ഒരു പ്രത്യേക തരം സ്നേഹവുമാണ് അല്ലെ അവർക്ക് നമ്മോട്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ ഒരു കാറ്റഗറി, അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന 5 വിഭാഗം ആളുകൾക്ക് പരസ്പരം കൂടിയിരിക്കുക, പരസ്പര സമ്മാനങ്ങൾ നൽകുക, പരസ്പരം സന്ദർശിക്കുക, പരസ്പരം പിന്നെ ഹദിയകൾ കൈമാറുക, അങ്ങനെ ഈ 5 വിഭാഗം ബന്ധം പുലർത്തുക. ഈ 5 വിഭാഗം ആൾക്കാരുടെയും ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് അറിയില്ല, നമ്മളൊരു ലവേഴ്സ് ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു യാത്രകൾ ഇങ്ങനെ, അതായത് അത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാവപ്പെട്ട ആളുകളിലേക്കാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള കുറെ ഡ്രസ്സുകളും, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ടീമുകൾ വിധവകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൈസ, അവർക്ക് ബുക്ക് വേണമെങ്കിൽ പലതും ഒരു വാങ്ങും. കുട്ടികൾക്ക് എന്താ 10,000 കൊടുത്ത് സീറ്റ് വാങ്ങി, ലക്ഷങ്ങൾ കൊടുത്ത് മെഡിക്കലിന്റെ സീറ്റ്, ബുക്കൊന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിരിക്കാണ് അല്ലെ. അപ്പൊ ബുക്ക് വാങ്ങിയൊക്കെ ചെയ്യാനൊക്കെ മടിയുള്ളവരുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇതുപോലെ എൽമിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന അവസരത്തിലാണ് അങ്ങനെ, അതല്ല ചായയും പലഹാരവും ക്ലാസ്സുകളാണെങ്കിൽ അങ്ങനെ ഒരു ലവേഴ്സ് ഓഫ് അള്ളാഹ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അത് സംഭവം 1 മുതൽ 10, ഏകദേശം 10 വരെ കഴിഞ്ഞ പോലാണ്. ഒരു വീഡിയോ ഇറക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പോക്കിന്റെ പുറകിൽ ഒരുപാട് സഹോദരിമാരുടെ കേസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് അവർക്കൊന്ന് കാട്ടി കൊടുക്കണമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഓരോ നാട്ടിലിപ്പോ വയനാട്ടിൽ പോയി അങ്ങനെ ഒരു സംഭവം നടന്നപ്പോ അവിടെ എത്രയോ കാലമായിട്ട് മുടങ്ങി നിന്ന ക്ലാസ്സുകളൊക്കെ പുനരുജ്ജീവിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു കൂട്ടിയത്. മുന്തസ്ത വന്നിട്ട് നമുക്കൊന്നൊരു ഉദ്ഘാടനം ചെയ്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ വരാമെന്നും പറഞ്ഞ്, പിന്നെ ഈ നോമ്പും മഴയൊക്കെ അല്ല, അതിന്റെ മുമ്പേ ഇത് പോയിക്കാളാഴ്ച ഞാനും 2-3 ഫ്രണ്ട്സും കൂടെ കാറെടുത്ത് പോയി. ചെന്ന് നോക്കുമ്പോൾ എന്തില്ലാത്ത സ്വീകരണമാണ് റബ്ബേ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഞാൻ ആളെ പേരെടുത്ത് പറയുന്നില്ല, ഭയങ്കര ഫുഡും. പക്ഷെ നമ്മളതൊന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ പോയത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ആ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന്റെ കുറെ കൂടെ കുട്ടികളെ കിട്ടി. അവരൊക്കെ കാണലും ഉമ്മ വെക്കലും ഭയങ്കര സ്നേഹമൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ തന്നെ കുറെ പാവങ്ങളും പട്ടിണി പാവങ്ങളും അങ്ങനെ കണ്ടവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് കാണാനും, ഇനി പൈസ ഇല്ലാത്തോലാണ്, പിന്നെ ആണെങ്കിൽ ഈ തേയിലക്ക് മരുന്നടിച്ചടിച്ച് അവരൊക്കെ നിത്യരോഗികൾ, കിഡ്നി ലിവർ പേഷ്യൻസ് ആയിട്ട് ഭയങ്കര മോശമാണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പെണ്ണുങ്ങൾ, അതായത് ഓരോ ലേഡീസും ഹൗസ് വൈഫ്സ് ആണ്. അവര് ആണുങ്ങൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് തുച്ഛമായ പൈസ മിച്ചം വെച്ച് തരുന്ന കാശാണ് നമ്മളെ ഫണ്ട് എന്ന് പറയുന്നത്. അല്ലല്ല മാഷാ അല്ലാ. ആ ഫണ്ട് കൊണ്ട് നമുക്ക് കഴിയാൻ പറ്റുന്നൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇത് തരുന്ന സഹോദരിമാർക്കോ ഇത് നമ്മളെ കൂടെ വന്ന് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ആ സംഭവം കഴിഞ്ഞ് വന്നേരം അസിനഡിസ് വിളിച്ചു പറഞ്ഞാൽ, ലോ നിങ്ങൾ പോയത് അറിഞ്ഞില്ല, ഞങ്ങളവിടെ ഞങ്ങളെ മിസ്കാത്തിന്റെ ഒരു പള്ളി എടുത്തു കൊടുത്തിരുന്നു, അല്ല സോറി വീട് എടുത്തു കൊടുത്തിരുന്നു, നിങ്ങൾക്ക് അവിടെയും പോകാമായിരുന്നു എന്ന് പറഞ്ഞു. എന്തില്ല മാഷാ അല്ലാ. നമുക്ക് ഇനിയൊരു ആവശ്യം പോവുകയാണെങ്കിൽ അതും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ പോയി വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ഈ മുത്തഹാബിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അവരിങ്ങനെ പറയുന്നു, ഇതാ നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയായില്ല, നിങ്ങൾക്ക് ഒരു ദിവസം സംഗതി ശരിയാണ്, ഒരു ദിവസം ഒന്നും അവിടെ ഒന്നുമല്ല. അവളെന്നെ കാണിച്ച 2-3 മണിക്കൂർ അപ്പൊ എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര കഴിഞ്ഞ് പിന്നെ നമ്മളെ ക്ഷീണം കഴിഞ്ഞ് ഒന്ന് സ്കരിച്ച് ഒരു ക്ലാസ് കഴിയുമ്പത്തിന് അന്നത്തെ ദിവസം തീർന്നു അല്ലേ. മാത്രമല്ല അവിടെ ഞാൻ കണ്ട വേറൊരു വസ്തുത എന്താ വെച്ചാൽ, കുറച്ച് സ്ത്രീകൾ, അതിപ്പോ നാട്ടിലെ അവസ്ഥ തന്നെയാണ്, ഭർത്താക്കന്മാരില്ലാത്തവരൊക്കെ അങ്ങനെ ഒറ്റക്ക് താമസിക്കുന്നുണ്ട്. അപ്പൊ അവര് ഏട്ടത്തിമാരും അനിയത്തിമാർക്കൊക്കെ ഒരു ടെൻഷൻ ആണല്ലോ. അവരിങ്ങനെ വിളിക്കും, ഇങ്ങോട്ട് പോരും, ഇവിടെ നിന്ന് തിന്ന് അവിടെ നിൽക്കാം. പക്ഷെ ആരും വരുന്നില്ല. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? എന്താ കാരണം എന്നറിയോ? അതായത് അള്ളാഹുവിനോട് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഏറെ സമയം ഒറ്റയ്ക്ക് ഇരിക്കാനാ താല്പര്യം അല്ലെ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തെങ്കിലൊക്കെ ദിക്റ് ചെയ്തിട്ടും ദുആ ചെയ്തിട്ടും നമ്മളെ ഓരോ മനുഷ്യന്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയൽ. നമ്മൾ ഒറ്റക്കാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒറ്റക്കാകുമ്പോൾ നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ടായാൽ എന്ത് ചെയ്യുന്നു, ഒറ്റക്കാകുമ്പോൾ നമ്മൾ ആർക്കെല്ലാം വാതിൽ തുറന്നു കൊടുക്കുന്നു അല്ലെ. ഒറ്റക്കാണ്. ഒരു നാട്ടില് വലിയ കാമ്പൗണ്ട് വീടാണ്, ഒറ്റക്കാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആരെയും വന്നാ വാതിൽ തുറക്കേ സംസാരിക്കേ കൊഞ്ചേ കൊഴ എന്ത് വേണമെങ്കിലും ആകാം അല്ലെ. ഇപ്പൊ CCTV കൂടെ ഇല്ലാത്ത വീടാണെങ്കിൽ തോന്നിയ പോലെ. പക്ഷെ അതാണ് നമ്മള് ഒരു യഥാർത്ഥ മുത്തക്കിയാണോ മോമിനാണോ എന്നുള്ളതിനെ മാറ്റുരച്ചു പോകുന്ന ഏറ്റവും വലിയത് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ 3-4 സ്ത്രീകളൊക്കെ കണ്ടതിൽ ഇവിടെ നാട്ടിലും അതെ കണ്ടവരെ ഒന്നും വിളിച്ചിട്ട് പോലെ. ബിക്കോസ് അവർക്ക് ഒരുപാട് അമലുകൾ ചെയ്യണം അല്ലെ. ഫീ സബീലില്ലാഹി, അതിന് കണ്ടമാന സമയം കിട്ടും ദിക്റെടുക്കാനും ദുആ ചെയ്യാനും ഒക്കെ. അപ്പൊ അത് ഒരു ഈ വിഷയമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയാൻ കാരണം, നമ്മളൊക്കെ ഒറ്റക്കാകുമ്പോൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ടോ? മറ്റുള്ള വേണ്ടാത്ത സെക്സ് ക്ലാസ്സുകളും അതും ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? വേണ്ടാത്തത് എന്താ ചെയ്യും? നമ്മൾ മാത്രമല്ല, ഈവൻ ആണുങ്ങളാണെങ്കിൽ പോലും അല്ലെ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കും അവർ കൂട്ടത്തിലും ചിലപ്പോ ഒറ്റക്ക. അതായത് ഇപ്പം ബാച്ചിലേഴ്സ് ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പൊ അവർക്ക് അവിടെ അവര് സമാന സ്വഭാവമുള്ളവരാണ് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല. അള്ളാഹു അല, നമ്മള് നാട്ടിലാണ്, ലേഡീസാണ്, നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ റിസോർട്ടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബിൽഡ് ചെയ്യാൻ വേണ്ടി, അതിനൊരു വരുമാനത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് ഹലാലല്ലാതെ പറഞ്ഞിട്ടൊക്കെ മാറി നിൽക്കുക. കാരണം റിസോർട്ട് വാടക കൊടുത്താൽ നല്ല വരുമാനമാണ്. പക്ഷെ ആ റിസോർട്ടിൽ സംഭവിക്കുന്നത് എന്താന്ന് ആർക്കും തന്നെ അറിയാത്തത് കൊണ്ടാണ് ആ റിസോർട്ട് ഹലാലല്ല എന്ന് പറഞ്ഞിട്ട് അത് അല്ലാഹു ആലം. അവിടെ എന്താ, അവിടെ ഭാര്യമാരാണോ അവർ കൂട്ടി വരുന്ന, അവരെല്ലാം പാർട്ടിയാണോ കൂട്ടി വരുന്ന അറിയില്ലാലോ അല്ലെ. അത്തരത്തിലുള്ള വരുമാനം വാങ്ങരുത് എന്നുള്ള വിലക്കുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അധിക പേര് മാറി നിൽക്കുന്നതിന്റെ മെയിൻ റീസണും അതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2 ആൾ എവിടെയെങ്കിലും മൂന്നാമത് അള്ളാഹ്, 4 ആളുണ്ടെങ്കിൽ 5-മത് അള്ളാഹ്, 10,000 ആളുണ്ടെങ്കിൽ 10,001 അള്ളാഹ്, 100 ആളുണ്ടെങ്കിൽ 101 അള്ളാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും അല്ലെ, ഹൈസുമാക്കും തുനി എവിടെയായിരുന്നാലും ഇന്ന മായ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം അല്ലെ. കൃത്യമായിട്ട് വേണം. ഞാനീ പറഞ്ഞ ലേഡീസിനെ ഒന്നും സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമല്ല. കാരണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറെ നിസ്കരിക്കുക, കുറെ ദുആ ചെയ്യുക, കുറെ ഓതുക, വേറെ ഭക്ഷണം ഉണ്ടാക്കല്, ഒരു നേരം ഉണ്ടാക്കി 3 നേരം കഴിക്കുക, അതന്നാണല്ലോ പണ്ടത്തെ സ്വഹാബാക്കളൊക്കെ ചെയ്തിരുന്നില്ല. യുദ്ധത്തിന്റെ പണികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും നമുക്ക് ലേഡീസിനൊന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ അങ്ങനെ അല്ലെ,
അപ്പൊ അള്ളാഹുവിന് ഇഷ്ടക്കാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഒന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് ഒരുപാട് അമലുകൾ ചെയ്യല്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അടുത്ത വീട്ടിൽ ഒരാൾ സുഖമില്ലാണ്ട് കിടക്കുന്ന, അവർക്ക് മരുന്ന് വേണം, അല്ലെങ്കിൽ അവരൊന്ന് കുളിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അടുത്ത വീട്ടിലുള്ള അവരെ മരുമകൾക്കൊന്ന് പുറത്തു പോകണം, അപ്പൊ അതൊരു ലേഡി ആണെങ്കിൽ ഒരു ഉമ്മ ആണെങ്കിൽ നമുക്കൊന്ന് പോയി നിന്ന് കൊടുക്കാം അല്ലെ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. വെറും ഞാൻ നിസ്കരിച്ച് നോമ്പിച്ചിരിക്കാന്നുള്ള കാര്യത്തില് അള്ളാഹുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം നമ്മളെ പ്രവർത്തനങ്ങളിലെ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുവാനും ആരെങ്കിലും ബുദ്ധിമുട്ടുന്നതിന്റെ വർഗത്തിൽ ഒരു തണലും തണുപ്പും നൽകുവാനും നമ്മൾ കരുത്തരായിരിക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതി കാണുമല്ലോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഉറപ്പായി ലഭിക്കുന്ന 3 വിഭാഗം ആളുകൾ. ഒന്ന് എഴുതാനും ഉദ്ദേശിച്ചവർ എഴുതട്ടോ. അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പായും ലഭിക്കുന്ന 3 വിഭാഗം ആളുകൾ എഴുതിക്കോളി. അള്ളാഹുവിന്റെ ഇഷ്ടം പൂർണ്ണമായി അല്ല കേട്ടോ, ഉറപ്പായി. ഉറപ്പ് വേറെയും പൂർണ്ണത വേറെയാണല്ലേ. ഉറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക അല്ലെ. ഇങ്ങനത്തെ പിന്നെ ലേഡീസ് തമ്മിലുള്ള കൂട്ടായ്മകളിലും അവിടെ ഗിഫ്റ്റുകൾ കൊടുക്കലും അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും അല്ലേ. അപ്പൊ അതൊന്നും ഒരു കൂടുതലാണ് ആളുകൾക്കായിട്ട് സത്യാവസ്ഥ മനസ്സിലായിരിക്കും. ഉറപ്പായി ലഭിക്കുന്ന വിഭാഗത്തിൽ ഒന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാര് പരസ്പരം സന്ദർശിക്കുന്നവർക്ക്. അറബി പറയാണ് ഞാൻ, നിങ്ങൾ എഴുതണ്ടട്ടോ. യഖൂലുല്ലാഹു അസ്സ വജല്ല വജബത്തു മഹബ്ബത്തി ലിൽ മുത്തസാബിരീന ഫിയ. എന്റെ പേരിൽ ഫിയ എന്നാണ്. എന്റെ പേരിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്, ഇടക്കിടക്ക് പോകുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു മലപ്പുറത്ത് വായിച്ചോളെ, അപ്പൊ അതിന്റെ അപ്പുറത്ത് നമ്മളൊരു ഡിയർ ഫ്രണ്ട് ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം അല്ലെ. കാറിലാകുമ്പോ നമുക്കൊന്ന് വെറുതെ ഇറങ്ങി കണ്ടിട്ട് പോകാലോ. അപ്പൊ അതിനൊരു ചായ ഒരു ഗ്ലാസ് വെള്ളറ്റ സ്നേഹത്തോട് കൂടി തന്നാൽ അത് വാങ്ങി കുടിച്ച് ഒന്ന് അവരെ കണ്ട് ഒന്ന് സലാം ചൊല്ലി പോരുക അല്ലെ. അൽഹംദുലില്ലാ. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കാണുമ്പം മലക്കുകൾ പറയും അല്ലെ, അള്ളാഹുവിന്റെ ദൂതന്മാര് പറയും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോലെ അവര് പറയല്ലോ അല്ലെ. ഇന്നി ഒഹിബുക്ക ഫില്ലാഹി എന്ന് പറയുമ്പം അഹബക്കല്ലതീ അഹബത്തനി അലഹ് എന്ന് പറയും അല്ലെ. അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി, എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പായും ലഭിക്കും. അത് അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാട്ടോ. എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എന്റെ ഇഷ്ടം ഉറപ്പായി ലഭിക്കും. യഖൂലുല്ലാഹു അസ്സ വജല്ല വജബത്ത് മുഹബ്ബത്തി ലിൽ മുതഹാബീന ഫിയ. അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എന്റെ ഇഷ്ടം ഉറപ്പായും ലഭിക്കും അല്ലെ. അത് എഴുതണമെന്നില്ല കേട്ടോ. അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എന്ന് മാത്രം മതി. പിന്നെ 3, അള്ളാഹുവിന് വേണ്ടി ബന്ധം ചേർക്കുന്നവള് അല്ലേ. മൂന്നാമത്തെ അത് മാത്രം എഴുതിയാൽ മതി. അള്ളാഹുവിന് വേണ്ടി ബന്ധം ചേർക്കൽ, അതെല്ലാ ബന്ധങ്ങളും അതിൽ പെടുട്ടോ. കുടുംബ ബന്ധം, സ്നേഹബന്ധം, അയൽപ്പക്ക ബന്ധം. അയൽപ്പക്കക്കാരോട് പിണങ്ങിയോല് സ്വർഗത്ത് കയറ്റുവോ? ഇല്ല. അള്ളാഹുവിന്റെ പേരിൽ ബന്ധം ചേർക്കുന്നവർ എന്ന് മാത്രം എഴുതിയാൽ മതി. എന്റെ ഇഷ്ടം ഉറപ്പായും ലഭിക്കും എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ പരസ്പരം കൂടിയിരിക്കല് അല്ലേ. ഇപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ ഒരു മലപ്പുറത്തുള്ള ഡിയർ ഫ്രണ്ടിനെ വിളിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മലപ്പുറത്ത് വെച്ചിട്ടൊന്നൊരു മീറ്റപ്പ് ഒക്കെ നടത്തണ്ടേ, കൂടണ്ടെന്നൊക്കെ പറഞ്ഞ ആഴ്ചല്ല. അതൊക്കെ പിന്നെ കുടങ്ങൾ വരും ഒരു ദിവസം നമുക്ക് ഇവിടെ വീട്ടിൽ കൂടാന്നും പറഞ്ഞിട്ട്. അത് വെച്ചാൽ അവർക്ക് കൂടിയിരിക്കാൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും, ഒരിഷ്ടങ്ങൾ പങ്കിടാനുണ്ടാവൂലേ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആക്കി വെക്കും അവര്. അപ്പം അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ പരസ്പരം കൂടിയിരിക്കൽ, അതും എന്താണ് ഉറപ്പായി ഇഷ്ടം ലഭിക്കുന്ന. ഇത് മാത്രം എഴുതിയാൽ മതി. അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ പരസ്പരം കൂടിയിരിക്കൽ. അത് സ്ക്രീനിൽ ഇട്ടാൽ മതി, ഞങ്ങൾക്ക് എഴുതാൻ എളുപ്പമുണ്ടായി, മറന്നുപോയി. പ്രസന്റേഷൻ ആക്കിയാൽ. പിന്നെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ചെലവഴിക്കുന്നവര് അല്ലെ. അള്ളാഹുവിന്റെ വിഷയത്തിൽ ചെലവഴിക്കുന്നവര്
പരസ്പരം നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനം കിട്ടിയാലും അത് ഓരോരോ ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം അല്ലേ? അതൊരു മഹബത്താണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ മുമ്പേ നമ്മുടെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ ഉപയോഗിക്കട്ടെ എന്നുള്ളൊരു ചിന്ത അതെല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. എല്ലാവർക്കും നമ്മളെ മക്കളും ഞാനും എൻ്റെ കെട്ടിയോനും എൻ്റെ കുട്ടികളും എന്ന് പറഞ്ഞ പോലത്തെ സോറി, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഏകദേശം 5 മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കാട് പോലെ മല പോലെ കിടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ എല്ലാ ബുധനാഴ്ചകളിലും റമദാനിൽ 11 മണിക്ക് കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങൾ ബുക്കും പെന്നൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഒന്ന് എഴുതി വെച്ച് തുടങ്ങാം അല്ലേ? ആ ഇഷ്ടങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഇഷ്ടങ്ങൾ ഒന്ന് ടിക്കറ്റ് പോകാം. എല്ലാത്തിനും റെഡ് മാർക്ക് ചെയ്യണം. എന്നാലേ നമ്മൾ അടുത്ത് ഞാൻ ബുക്ക് എടുത്ത് നോക്കുമ്പോ ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിലേക്ക് വരുത്താനും അതിന്റെ ഒരു എന്താ പറയാ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ ലവേഴ്സ് ഓഫ് അല്ലാ എന്നും പറഞ്ഞ ഈ ഒരു യാത്ര, ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ചിലരൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ടെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മളെ ഇന്റൻഷൻ പരസ്പരം കാണുക, സംസാരിക്കുക, കൂടിയിരിക്കുക, ഹദിയകൾ കൈമാറുക, അങ്ങനെ ഏറ്റവും നല്ലൊരു ഇന്റൻഷൻ അള്ളാന്റെ ഇഷ്ടം ഉറപ്പായി ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. വബില്ലാഹി തൗഫീഖ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നീണാൾ നമുക്ക് ഒരുപാട് കാലം അത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ആരോഗ്യവും സന്മനസ്സും സൗഹൃദവും സ്നേഹവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തെരുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.